ഹായ് ആൾ, നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി സിലബസിലെ 9th മൊഡ്യൂളിന്റെ റിവിഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻവർഷ എക്സാമിന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോ നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസിലൂടെ നമ്മളെ മൊഡ്യൂൾ നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ 9ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? നമ്മുടെ വാട്ടർ സാമ്പിളിംഗ് മെത്തേഡ്സ്, ദെൻ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം, ദെൻ ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ, പിന്നെ എന്തായിരുന്നു നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ്, ദെൻ വാട്ടർ ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ്സ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കംപ്ലീറ്റ് മൊഡ്യൂൾ നമുക്ക് കവറപ്പ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രാബ് സാമ്പിൾസ് ആർ ആൾസോ നോൺ ആസ്. ഓക്കെ, അപ്പൊ ഗ്രാബ് സാമ്പിൾസിന്റെ മറ്റു പേരെന്ത്? നമുക്കറിയാം എന്താണ് ഗ്രാബ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വാട്ടർ റിസോഴ്സിൽ നിന്നും ഒരു പോയിന്റിൽ നിന്നും അറ്റ് എ സ്പെസിഫിക് ടൈം, ഒരു നിശ്ചിത സമയത്തില് എന്ത് ചെയ്യാം? നമ്മൾ വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്യാം, അല്ലെ? ഒരു പോയിന്റിൽ നിന്നും ഒരു സമയത്ത് നമ്മൾ വാട്ടർ കളക്ട് ചെയ്യാം. ഓക്കെ, ആ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രാബ് സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഗ്രാബ് സാമ്പിളിങ്ങിനെ പറയുന്ന ഡിഫറെന്റ് പേരെന്താണ്? അപ്പോ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സ്പോട്ട് സാമ്പിൾ, ക്യാച്ച് സാമ്പിൾ, ബോത്ത് എ ആൻഡ് ബി, ഓൺലി എ. ഏതാണ് ആൻസർ വരിക? ഗ്രാബ് സാമ്പിൾസ് ആർ ആൾസോ നോൺ ആസ് സ്പോട്ട് സാമ്പിൾ, ക്യാച്ച് സാമ്പിൾ, ബോത്ത് എ ആൻഡ് ബി, ഓൺലി എ. അറിയോ ഗ്രാബ് സാമ്പിൾസിന് പറയുന്ന പേരെന്ത്? അപ്പോ ഇതിന്റെ ആൻസർ വരിക ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരിക. കാരണം ഗ്രാബ് സാമ്പിൾസിനെ സ്പോട്ട് സാമ്പിൾ എന്നും ക്യാച്ച് സാമ്പിൾ എന്നും പറയും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ: സാമ്പിൾസ് കളക്റ്റഡ് അറ്റ് എ സ്പെസിഫിക് സ്പോട്ട് അറ്റ് എ സൈറ്റ് ഇൻ എ സ്പെസിഫിക് ടൈം നോൺ ആസ്. സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യാണ് ഒരു സ്പെസിഫിക് സ്പോട്ടിൽ നിന്നും ഒരു സ്പെസിഫിക് ടൈമിൽ കളക്ട് ചെയ്യുന്ന അത്തരം സാമ്പിളിംഗ് മെത്തേഡിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ് നോക്കാം: ഗ്രാബ് സാമ്പിളിംഗ്, കോമ്പോസിറ്റ് സാമ്പിളിംഗ്, ഇന്റഗ്രേറ്റഡ് സാമ്പിളിംഗ്, നൺ ഓഫ് ദിസ്. ഏതാണ് ആൻസർ വരിക? നമ്മളിപ്പോ പറഞ്ഞു ഗ്രാബ് സാമ്പിളിംഗ് ആണ് ആൻസർ വരിക, അല്ലെ? ഗ്രാബ് സാമ്പിളിംഗ് ആണ് ആൻസർ വരിക. ഗ്രാബ് സാമ്പിളിംഗ് എന്താണ്? നമ്മുടെ സാമ്പിൾസ് കളക്റ്റഡ് അറ്റ് എ സ്പെസിഫിക് സ്പോട്ട് അറ്റ് എ സ്പെസിഫിക് ടൈം. ഓക്കെ, അപ്പൊ അതിനെയാണ് ഗ്രാബ് സാമ്പിളിംഗ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ: മൾട്ടിപ്പിൾ സാമ്പിൾസ് ടേക്കൺ ഫ്രം വൺ പോയിന്റ് അറ്റ് മൾട്ടിപ്പിൾ ടൈംസ്. ഓക്കെ, മൾട്ടിപ്പിൾ ടൈംസിൽ ഗ്രാബ് സാമ്പിൾ എന്തായിരുന്നു? ഒരൊറ്റ സമയത്ത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിനെയാണ്, ഒരു പോയിന്റിൽ നിന്നും ഒരൊറ്റ സമയത്ത് കളക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? ഗ്രാബ് സാമ്പിൾ എന്ന് പറയുക. അങ്ങനെ അത്തരം മൾട്ടിപ്പിൾ സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യാണ്, മൾട്ടിപ്പിൾ ഗ്രാബ് സാമ്പിൾസ് കളക്ട് ചെയ്യാണ്. അതായത് ഡിഫറെന്റ് ടൈമിൽ നിന്നും ഡിഫറെന്റ് ടൈമിൽ, ഒരു പോയിന്റിൽ നിന്നും ഡിഫറെന്റ് ടൈംസിൽ നമ്മൾ മൾട്ടിപ്പിൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? ഗ്രാബ് സാമ്പിളിംഗ് ആണ്, ഗ്രാബ് സാമ്പിളിംഗ് അല്ല. കാരണം എന്താണ്? ഗ്രാബ് സാമ്പിളിംഗ് നമ്മൾ ഒരൊറ്റ ടൈമിൽ മാത്രമേ കളക്ട് ചെയ്യുള്ളൂ. ഇവിടെ എന്താണ്? മൾട്ടിപ്പിൾ ടൈംസ് ആണ്, അല്ലെ? ഒരു പോയിന്റിൽ നിന്നും ഡിഫറെന്റ് ടൈംസിൽ, നമ്മൾ ഒരു പോയിന്റിൽ നിന്നും ഡിഫറെന്റ് ടൈംസിൽ സാമ്പിൾ കളക്ട് ചെയ്യുകയാണ്. അപ്പൊ ഗ്രാബ് സാമ്പിളിംഗ് അല്ല. ഇതിന്റെ ആൻസർ എന്താണ്? ഗ്രാബ് സാമ്പിളിംഗ് അല്ല, കോമ്പോസിറ്റ് സാമ്പിളിംഗ്, ഇന്റഗ്രേറ്റഡ് സാമ്പിളിംഗ്, സ്പോട്ട് സാമ്പിളിംഗ് ആവില്ല. കാരണം എന്താണ്? ഗ്രാബ് സാമ്പിളിങ്ങിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പോട്ട് സാമ്പിളിംഗ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഏതാണ് ആൻസർ വരിക? കോമ്പോസിറ്റ് സാമ്പിളിംഗ് ആണ് ആൻസർ. ഓക്കെ, അപ്പൊ കോമ്പോസിറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റിൽ നിന്നും അറ്റ് എ ഡിഫറെന്റ് ടൈംസിൽ, അവിടെ ടൈമാണ് വ്യത്യാസം, സെയിം പോയിന്റ് ആണ്, ടൈം വ്യത്യാസമാണ്. ഗ്രാബ് സാമ്പിളിംഗിൽ
ഒരു പോയിന്റിൽ നിന്നും സെയിം ടൈം ഒരൊറ്റ ടൈമിൽ നമ്മൾ എടുക്കുന്നതിനെയാണ് ഗ്രാബ് സാമ്പിളിംഗ്. കോമ്പോസിറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്നും ഡിഫറെന്റ് ടൈംസിൽ നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, കോമ്പോസിറ്റ് സാമ്പിളിംഗ് എന്ന് പറയുക. ഈ കോമ്പോസിറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ നമ്മൾ ഗ്രാബ് സാമ്പിളിംഗ് ചെയ്യുന്നതിനെയാണ്. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് ഗ്രാബ് സാമ്പിളിങ്ങിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, കോമ്പിനേഷൻ ഓഫ് ഗ്രാബ് സാമ്പിൾസ് കളക്റ്റഡ് അറ്റ് ദ സെയിം ടൈം ബട്ട് ഡിഫറെന്റ് ലൊക്കേഷൻസ്. ഇവിടെ എന്താണ്, നമ്മുടെ ലൊക്കേഷൻസ് മാറി. ടൈം എന്താണ്, സെയിം ടൈം ആണ്, പക്ഷേ എന്ത് ചേഞ്ച് ആയി, ഇവിടെ പോയിന്റ് ലൊക്കേഷൻസ് ചേഞ്ച് ആയി. ഓക്കെ, കോമ്പോസിറ്റ് സാമ്പിളിംഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. കോമ്പോസിറ്റ് സാമ്പിളിംഗിൽ എന്തായിരുന്നു, നമ്മുടെ ടൈം ആണ് ചേഞ്ച് ആയത്. അവിടെ കറക്റ്റ് ഒരു പോയിന്റ്, സ്പെസിഫിക് പോയിന്റിലായിരുന്നു ടൈം ചേഞ്ച് ആയി. എന്നാൽ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരിക ഇന്റഗ്രേറ്റഡ് സാമ്പിളിംഗ് ആണ് കേട്ടോ. ഇന്റഗ്രേറ്റഡ് സാമ്പിളിംഗ് ആണ്. ഇന്റഗ്രേറ്റഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ എന്താണ് ചേഞ്ച് ആവുന്നത്, നമ്മുടെ ലൊക്കേഷൻസ്, നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്താണ്, ഡിഫറെന്റ് ആണ്, ടൈം സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്, ഇന്റഗ്രേറ്റഡ് സാമ്പിളിംഗ്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ വാട്ടർ സാമ്പിളിങ്ങുമായി റിലേറ്റഡ് ആയിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ എന്താണ് ഗ്രാബ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാബ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ വൺ സാമ്പിൾ ഈസ് ടേക്കൺ ഫ്രം വൺ പോയിന്റ് അറ്റ് എ ടൈം, വൺ പോയിന്റ് ആൻഡ് ടൈം. ഓക്കെ, ഇവിടെ പോയിന്റ്, നമ്മൾ സാമ്പിൾ എടുക്കുന്ന പോയിന്റും ടൈമും എന്താണ്, ഒരൊറ്റ പോയിന്റിൽ ഒരൊറ്റ സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന സാമ്പിളിനെയാണ് ഗ്രാബ് സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ വാട്ടറിലെ, നമ്മുടെ വീട്ടിലെ, നമ്മുടെ കിണറിലെ വെള്ളം, ആ കിണറിലെ വെള്ളം എന്താണ് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സാമ്പിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊരു ഗ്രാബ് സാമ്പിളിന് എക്സാമ്പിൾ ആണ്. ദെൻ ഇന്റഗ്രേറ്റഡ് സാമ്പിൾ എന്താണ്, ദ കോമ്പിനേഷൻ ഓഫ് ഗ്രാബ് സാമ്പിൾസ് കളക്ടഡ് അറ്റ് ദ സെയിം ടൈം ബട്ട് അറ്റ് ഡിഫറെന്റ് ലൊക്കേഷൻസ്. ഇന്റഗ്രേറ്റഡ് ആകുമ്പോൾ അവിടെ എന്ത് മാറി, ഡിഫറെന്റ് ലൊക്കേഷൻസ് ആയി. ഓക്കെ, സെയിം ടൈം ആണ് ബട്ട് ലൊക്കേഷൻസ് ഡിഫറെന്റ് ആയി. ദെൻ കോമ്പോസിറ്റ് സാമ്പിൾ. കോമ്പോസിറ്റ് സാമ്പിൾ എന്താണ്, മൾട്ടിപ്പിൾ സാമ്പിൾസ് ടേക്കൺ ഫ്രം വൺ പോയിന്റ് അറ്റ് മൾട്ടിപ്പിൾ ടൈംസ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ടുഗദർ ഫോർ അനാലിസിസ്. ഓക്കെ, വൺ പോയിന്റിൽ നിന്നാണ്, പക്ഷേ ഡിഫറെന്റ് ടൈംസിൽ. ഓക്കെ, ഡിഫറെന്റ് ടൈംസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പോയിന്റിൽ നിന്നും ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്യാണ്, സാമ്പിൾ കളക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, കോമ്പോസിറ്റ് സാമ്പിൾസ് എന്ന് പറയുക. അപ്പൊ ഓക്കെ ആണല്ലോ, ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് അബൌട്ട് ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം. എന്താണ് ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാല്, നമ്മൾ നമ്മുടെ വാട്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്ടറിൽ ഒരുപാട് പാത്തോജൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരുപാട് പാത്തോജൻസിനെ ബാക്ടീരിയോളജിക്കലി നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഒരുപാട് കൂടുതലായിട്ട് കാണപ്പെടുന്ന ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ അവയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അതിന്റെ കൂടെ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് പ്രസന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ എന്താണ്, പൊല്യൂട്ടഡ് ആണ്, നമ്മുടെ വാട്ടറിൽ ഫീക്കൽ കണ്ടാമിനേഷൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ആ ഒരു ഫാക്ട് നമുക്ക് തരുന്ന മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം എന്തല്ല, പാത്തോജനിക് ആയിരിക്കില്ല. പകരം ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസിലൂടെ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ അത്തരം മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം ആകാൻ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇതിൽ ഓപ്ഷൻസ് നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് അബൌട്ട് ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം. ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസത്തെ കുറിച്ചുള്ള ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. സീൻ ഇൻ വാം ബ്ലഡഡ് അനിമൽസ്. വാം ബ്ലഡഡ് ആനിമൽസിൽ കാണപ്പെടുന്നു. ഫൗണ്ട് ഇൻ ലെസർ കോൺസെൻട്രേഷൻ ദാൻ പാത്തോജൻസ്. പാത്തോജനേക്കാൾ ലെസർ കോൺസെൻട്രേഷനിൽ കാണപ്പെടുന്നു. നോൺ പാത്തോജനിക് ആണ്. അൺഡിറ്റക്റ്റഡ് ഇൻ അൺകണ്ടാമിനേറ്റഡ് ഏരിയാസ്. അൺകണ്ടാമിനേറ്റഡ് നമുക്ക് ഇവയെ കാണാൻ കഴിയില്ല. ഏതാണ് ആൻസർ വരിക? ആർക്കെങ്കിലും അറിയോ? ഇതിലെ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഏതാ വരിക?
സീൻ ഇൻ വാം ബ്ലഡഡ് ആനിമൽസ്. അതെന്താണ്? കറക്റ്റ് ആണ് അല്ലെ? ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ അതല്ല ഓപ്ഷൻ വരിക. then എന്താണ്? ഫൗണ്ട് ഇൻ ലെസർ കോൺസെൻട്രേഷൻ ദാൻ പാത്തജൻ. അപ്പൊ ആൻസർ വരിക സെക്കൻഡ് ഓപ്ഷൻ ആണ്. കാരണം എന്താണ്? ഈ പാത്തോജനേക്കാൾ ലെസർ കോൺസെൻട്രേഷനിലല്ല നമ്മുടെ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം കാണപ്പെടുക. പാത്തോജനേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷനിൽ ഏത് കാണപ്പെടണം? നമ്മുടെ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം കാണപ്പെടണം. ഓക്കെ, അപ്പോ ഇതിലെ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതാ ക്രൈറ്റീരിയ ഫോർ ആൻ ഐഡിയൽ ഇൻഡിക്കേറ്റർ ഓർഗാനിസം. നമ്മുടെ ഇൻഡിക്കേറ്റർ മൈക്രോ ഏതൊക്കെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം ആയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ കോളിഫോം ബാക്ടീരിയാസ് ആണ് അല്ലെ? അപ്പൊ അതിൽ ടോട്ടൽ കോളിഫോംസ് ഉണ്ട്, ഫീക്കൽ കോളിഫോംസ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ഏതാണ്? ഈക്കോളയാണ് മെയിൻ ആയിട്ടും ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം ആയിട്ട് കണക്കാക്കുന്നത്. കാരണം എന്താണ്? നമ്മുടെ ടോട്ടൽ കോളിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ സോയിലും വാട്ടറിലൊക്കെ കാണപ്പെടും. ഓക്കെ, ദെൻ അതിൽ നിന്നും അതിന്റെ സബ് ഗ്രൂപ്പ് ആണ് നമ്മുടെ ഫീക്കൽ കോളിഫോംസ് എന്ന് പറയുന്നത്. ഫീക്കൽ കോളിഫോംസ് എന്താണ്? നമ്മുടെ ഇൻഡസ്റ്റൈനിൽ കാണപ്പെടുന്ന ഹ്യൂമൻസിന്റെ ഇൻഡസ്റ്റൈനിൽ കാണപ്പെടുന്ന കോളിഫോംസ് ആണ് എന്ത്? ഫീക്കൽ കോളിഫോംസ് അല്ലെങ്കിൽ തെർമോ ടോളറന്റ് കോളിഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൽ തന്നെ കൂടുതലായിട്ട് നമ്മുടെ ഫീക്കൽ കോളിഫോംസിൽ തന്നെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? ഈക്കോളൈ ആണ്. ഓക്കെ, അപ്പൊ ഈക്കോളൈ ആണ് നമ്മൾ സാധാരണയായിട്ട് ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആയിട്ട്, മറ്റെല്ലാം ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം ആണ്. ടോട്ടൽ കോളിഫോം ചെക്ക് ചെയ്യും, ദെൻ ഫീക്കൽ കോളിഫോം ചെക്ക് ചെയ്യും, ദെൻ ഈക്കോളൈയുടെ പ്രസൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ അതിന്റെ ക്രൈറ്റീരിയാസ്, ഒരു ഐഡിയൽ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആകാൻ എല്ലാ ഓർഗാനിസത്തേക്കും നമ്മൾ ഐഡിയൽ ഒരു ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആയി കണക്കാക്കില്ല. അപ്പൊ ഒരു ഐഡിയൽ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആകാൻ വേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് നോർമൽ ഫ്ലോറ ഓഫ് വാം ബ്ലഡഡ് ആനിമൽസ്. വാം ബ്ലഡ് ആനിമൽസിലാണ് എന്ത് കാണപ്പെടുക? നമ്മുടെ ഇൻഡിക്കേറ്റർ ഓർഗാനിസം കാണപ്പെടുക. ഇറ്റ് ഈസ് പ്രസന്റ് വെൻ പാത്തജൻസ് ആർ പ്രസന്റ് ആൻഡ് അൺഡിറ്റക്റ്റഡ് ഇൻ അൺകണ്ടാമിനേറ്റഡ് സാമ്പിൾ. അൺകണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സാമ്പിൾസിൽ എന്ത് കാണപ്പെടാൻ പാടില്ല? ഇൻഡിക്കേറ്റർ ഓർഗാനിസത്തെ കാണപ്പെടാൻ പാടില്ല. ഓക്കെ, എന്തിൽ മാത്രമേ കാണപ്പെടാൻ പാടുള്ളൂ? പാത്തോജൻസ് പ്രസന്റ് ആണോ അവിടെ മാത്രമേ എന്ത് കാണപ്പെടാൻ എന്ത് പറ്റുള്ളൂ? നമ്മുടെ ഇൻഡിക്കേറ്റർ ഓർഗാനിസത്തെ കാണപ്പെടാൻ പറ്റുകയുള്ളൂ. ദ ഇൻഡിക്കേറ്റർ ഷുഡ് ബി ഫൗണ്ട് ഇൻ ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ദാൻ പാത്തോജൻസ്. ഓക്കെ ആണല്ലോ, നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ച ഓപ്ഷൻ ആണിത്. ഓക്കെ, ഇൻഡിക്കേറ്റർ എന്തായിരിക്കണം? നമ്മുടെ പാത്തോജൻസിനേക്കാൾ കൂടുതൽ ഗ്രേറ്റർ കോൺസെൻട്രേഷനിൽ കാണപ്പെടണം. ഫോർത്ത് ഓപ്ഷൻ എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് എ സിമിലർ റെസിസ്റ്റൻസ് ടു എൻവയോൺമെന്റൽ സ്ട്രെസ് ആൻഡ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്സസ് പാത്തോജൻസ്. ഓക്കെ, എന്താണ്? നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്സിനൊക്കെ എന്തായിരിക്കണം? റെസിസ്റ്റന്റ് ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് റിക്വയർ എ ഹോസ്റ്റ് ഫോർ റെപ്ലിക്കേഷൻ, റാപ്പിഡ്, ഈസി ആൻഡ് ഇൻഎക്സ്പെൻസീവ് ഡിറ്റക്ഷൻ മെത്തേഡ്, നോൺ പാത്തോജനിക്. എന്താണ്? നമ്മുടെ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം നമുക്ക് റാപ്പിഡ് ആയിട്ട്, ഈസി ആയിട്ടും ഇൻഎക്സ്പെൻസീവ് മെത്തേഡ്സിലൂടെ എന്ത് ചെയ്യണം? ഡിറ്റക്ട് ചെയ്യാൻ കഴിയണം. അത് നോൺ പാത്തോജനിക് ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസത്തെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ കോളിഫോംസ് ആണ് നമ്മുടെ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ട്രൂ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കോളിഫോംസ്. നമ്മുടെ കോളിഫോംസിനെ കുറിച്ചുള്ള ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഗ്രാം പോസിറ്റീവ്, സ്പോർ ഫോമിംഗ്, റോഡ് ഷേപ്ഡ്, ഫാക്കൽറ്റേറ്റീവ്, അനൈറോബ്. ശരിയാണോ? ഇതിൽ ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ഗ്രാം നെഗറ്റീവ്, നോൺ സ്പോർ ഫോമിംഗ്, റോഡ് ഷേപ്ഡ്, ഫാക്കൽറ്റേറ്റീവ്, അനൈറോബ്. ഗ്രാം പോസിറ്റീവ്, നോൺ സ്പോർ ഫോമിംഗ്, റോഡ് ഷേപ്ഡ്, ഫാക്കൽറ്റേറ്റീവ്, അനൈറോബ്. ഗ്രാം നെഗറ്റീവ്, സ്പോർ ഫോമിംഗ്, റോഡ് ഷേപ്ഡ്, ഫാക്കൽറ്റേറ്റീവ്, അനൈറോബ്. എന്താണ് നമ്മുടെ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം? എന്താ? ഗ്രാം പോസിറ്റീവ് ആണോ? അല്ല, അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ്. എന്താണ്? ഗ്രാം നെഗറ്റീവ് ആണ്. എന്താണ്? നോൺ സ്പോർ ഫോമിംഗ് ആണ്, റോഡ് ഷേപ്ഡ് ആണ്, ഫാക്കൽറ്റേറ്റീവ്, അനൈറോബ് ആണ്. ഓക്കെ, ഗ്രാം നെഗറ്റീവ് ആണ്, നോൺ സ്പോർ ഫോമിംഗ് ആണ്, റോഡ് ഷേപ്ഡ്, ഫാക്കൽറ്റേറ്റീവ്, അനൈറോബ് ആണ്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ കോളിഫോംസിനെ കുറിച്ചുള്ള ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ ഇവിടെ നോക്കൂ. ഫസ്റ്റ് എന്തുണ്ട്? നമ്മുടെ ടോട്ടൽ കോളിഫോംസ് ഉണ്ട്. ഈ ടോട്ടൽ കോളിഫോംസ് എവിടെ കാണപ്പെടും? നമ്മുടെ സോയിലും വാട്ടറിലും ഒക്കെ നമുക്ക് കാണപ്പെടാൻ കഴിയും. ഓക്കെ, അത് ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രം കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസ് അല്ല. then ടോട്ടൽ കോളിഫോംസിൽ തന്നെ വരുന്നതാണ് ഫീക്കൽ കോളിഫോംസ്. ഈ ഫീക്കൽ കോളിഫോം എവിടെ മാത്രമേ കാണപ്പെടുകയുള്ളൂ? നമ്മുടെ വാം ബ്ലഡഡ് ആയിട്ടുള്ള ഹ്യൂമൻസ്, ഓക്കെ, വാം ബ്ലഡ് ആയിട്ട് അനിമൽസിന്റെ ഇൻഡസ്റ്റൈനിൽ മാത്രമേ ഫീക്കൽ കോളിഫോംസ് കാണപ്പെടുകയുള്ളൂ. അതിൽ തന്നെ വരുന്ന അതിന്റെ സബ് ഗ്രൂപ്പ് ആണ് ഏത്? ഈക്കോളയിൽ തന്നെ ആ ഒരു 0157 H7 എന്ന് പറഞ്ഞ സ്ട്രെയിൻ ആണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പൊ ഈക്കോളൈ ആണ് എന്ത്?
നമ്മുടെ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം. ദെൻ ഒരുപാട് ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസംസ് വേറെ ഉണ്ട്, ബിഫിഡോ ബാക്ടീരിയം. ദെൻ ഒരുപാട് മൈക്രോ ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഡിക്കേറ്റർ ഓർഗാനിസം യൂസ്ഡ് ടു ഡിറ്റർമൈൻ കണ്ടാമിനേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഈസ്. ഏതാണ്? സാൽമോണല്ല, കോളിഫോം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ, അയേൺ ബാക്ടീരിയ, ജിയാഡിയ. നമ്മൾ ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാവർക്കും മനസ്സിലാക്കിണ്ടാന്ന് വിചാരിക്കുന്നു. ഏതാ ആൻസർ വരിക? എല്ലാവരും പറഞ്ഞേ, ഏതാ ആൻസർ വരിക? ഏതാണ്? ഹലോ, പറയൂ, ഏതാണ് ആൻസർ വരിക? കോളിഫോം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ. ഓക്കെ, യെസ്, കോളിഫോം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ. ഓക്കെ, അപ്പോ ഇൻഡിക്കേറ്റർ മൈക്രോ നമ്മൾ കോളിഫോം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. ഇതൊക്കെ നമ്മൾ ചോദിച്ച മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ കാണാം. ഓക്കെ, അപ്പൊ ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് ഏതാണ്? കോളിഫോം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് വൺ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടു ഐഡന്റിഫൈ കോളിഫോംസ്? നമ്മുടെ കോളിഫോംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഏതാണ്? ഏതാണ് ആൻസർ വരിക? കോളിഫോം ഇൻഡെക്സ്, MPN ടെസ്റ്റ്, മെംബ്രെയിൻ ഫിൽട്ടർ ടെക്നിക്, സ്പ്രെഡ് പ്ലേറ്റ് ടെക്നിക്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഏതാണ്? MPN ടെസ്റ്റ് ആണോ? ഓക്കെ, MPN ടെസ്റ്റ് ആണ് ആൻസർ. ഓക്കെ, ഏതാണ് ആൻസർ? MPN ടെസ്റ്റ്. ഓക്കെ, MPN ടെസ്റ്റ് ആണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ആണിത്. ഓക്കെ, MPN ടെസ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ഈ MPN ടെസ്റ്റ് എന്ന് പറഞ്ഞാല്? MPN ടെസ്റ്റിൽ നമ്മൾ 3 സ്റ്റെപ്സ് ഉണ്ട് അതിൽ. അപ്പൊ അതിൽ പ്രിസംപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്, കംപ്ലീറ്റ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ 3 ടെസ്റ്റിനെയും ഒരുമിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുക? MPN ടെസ്റ്റ് എന്ന് പറയുക. MPN ഫുൾ ഫോം എന്താണ്? എന്താ MPN എന്ന് പറഞ്ഞാല്? മോസ്റ്റ് പ്രോബബിൾ നമ്പർ ടെക്നിക്. യെസ്, മോസ്റ്റ് പ്രോബബിൾ നമ്പർ ടെക്നിക്. ഓക്കെ, അപ്പൊ അതിൽ വരുന്നത് 3 ടെസ്റ്റ് ആണ്. പ്രിസംപ്റ്റീവ് ഉണ്ട്, കൺഫർമേറ്ററി ഉണ്ട്, കംപ്ലീറ്റഡ് ഉണ്ട്. പ്രിസംപ്റ്റീവ് എന്താണ്? പ്രിസംപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ MPN ടെക്നിക്കിലെ പ്രിലിമിനറി ടെക്നിക്കാണ്. ഓക്കെ, നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിൽ എന്തുണ്ട്, ഇതുണ്ടോ, ഈക്വലായി പ്രസന്റ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കുന്ന അതാണ് പ്രിസംപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രിലിമിനറി ടെസ്റ്റ് ആണ്. ഓക്കെ, എങ്ങനെയാണ് അത് ചെയ്യുന്നത്? പ്രിസംപ്റ്റീവ് ടെസ്റ്റ്, യെസ്, നമ്മൾ ലാക്റ്റിക് ആസിഡ് ബ്രോത്ത് യൂസ് ചെയ്തിട്ട് അല്ലെ, അതായത് ഗ്യാസ് പ്രൊഡക്ഷനും ആസിഡ് പ്രൊഡക്ഷനും ഫോം ആകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും ഇല്ലേ? അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ MPN ടെസ്റ്റിൽ 3 ടെസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രിസംപ്റ്റീവും, കൺഫർമേറ്ററിയും, കംപ്ലീറ്റഡും. അപ്പൊ അതിലെ പ്രിസംപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി ടെസ്റ്റ് ആണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. എങ്ങനെയാണ്? നമുക്ക് ആദ്യം 3 സെറ്റ്സ് ഓഫ് 5 ടെസ്റ്റ് ട്യൂബ്. നമ്മൾ 3 സെറ്റ്സ് എടുക്കും. 1 സെറ്റ്, 2 സെറ്റ്സ്, 3 സെറ്റ്സ്. ഓക്കെ, ഓരോ സെറ്റിലും എന്തുണ്ടായിരിക്കും? 5 ടെസ്റ്റ് ട്യൂബ്സ് വീതം ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ വിശദമായിട്ട് പറയുന്നില്ല, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഇത് മൂന്നിലും നമ്മൾ എന്തെടുക്കും? ലാക്ടോസ് ബ്രോത്ത് എടുക്കും. ഓക്കെ, ലാക്ടോസ് ബ്രോത്ത് എടുക്കും. അതിൽ ഒന്നാമത്തെ സെറ്റിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഡബിൾ സ്ട്രെങ്ത് ലാക്ടോസ് ബ്രോത്ത് ആണ്. ഓക്കെ, അതായത് അത് ലാക്ടോസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മറ്റുള്ള 2 സെറ്റിനെ അപേക്ഷിച്ച് ഇതിൽ കോൺസെൻട്രേഷൻ അതിന് ഇരട്ടിയായിരിക്കും. ഓക്കെ, ലാക്ടോസിന്റെ അളവ് ഇരട്ടിയായിരിക്കും. അപ്പോ ഇത് ഡബിൾ സ്ട്രെങ്ത് ആണ്, 2x ആണ്. ബാക്കി ഇത് രണ്ടും എന്താണ്? സിംഗിൾ സ്ട്രെങ്ത് ലാക്ടോസ് ബ്രോത്ത് ആയി ഇതിലെടുക്കുക. ഓക്കെ, ഇതിനെന്താണ്? ഇതിലേക്ക് നമ്മൾ വാട്ടർ സാമ്പിൾസ് ആഡ് ചെയ്യും. 10 ml ഫസ്റ്റ് സെറ്റിലേക്ക് 10 ml, രണ്ടാമത്തതിലേക്ക് 1 ml, മൂന്നാമത്തതിലേക്ക് 0.1 ml സാമ്പിൾ ആഡ് ചെയ്യും. ഓക്കെ, ഇതിൽ എന്തുണ്ടായിരിക്കും? ഒരു pH ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കും. ദെൻ ദിറംസ് ട്യൂബ് ആഡ് ചെയ്യും. ദിറംസ് ട്യൂബ് എന്തിനാ ആഡ് ചെയ്യുന്നത്? നമ്മുടെ ഗ്യാസ് പ്രൊഡക്ഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദിറംസ് ട്യൂബ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്താണ്? നമ്മൾ ഇതിലേക്ക് നമ്മുടെ വാട്ടർ ആഡ് ചെയ്തു. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? കോളിഫോംസ് പ്രസന്റ് ആണെങ്കിൽ അവ എന്ത് ചെയ്യും? നമ്മുടെ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യും. അങ്ങനെ ഫെർമെന്റ് ചെയ്താൽ അവിടെ എന്ത് ചെയ്യും? എന്തുണ്ടായിരിക്കും? നമ്മുടെ pHലും ചേഞ്ച് വരും. ദെൻ pHൽ ചേഞ്ച് വന്നാൽ നമ്മൾ pH ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തതിനാൽ ഒരു കളർ ചേഞ്ച് വരും. ഓക്കെ, ഇതിന് എന്തുണ്ടായിരിക്കും? നമ്മുടെ ദിറംസ് ട്യൂബിൽ എന്ത് പ്രസന്റ് ആയിരിക്കും? ഗ്യാസ് ബബിൾസ് പ്രസന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ അതിന് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും. ഓക്കെ, ഗ്യാസ് ബബിൾസ് പ്ലസ്
കളർ ചേഞ്ച് ഉണ്ടായാൽ അത് എന്താണ് പോസിറ്റീവ് റിസൾട്ട് ആണ്. ഓക്കെ, എന്താണ് ഇപ്പൊ ഫസ്റ്റ് സെറ്റിൽ നമുക്ക് ഇവിടെ എത്ര ട്യൂബ്സ് കിട്ടി? 1 2 3 5 കിട്ടി. 5 പോസിറ്റീവ് ട്യൂബ് കിട്ടി. രണ്ടാമത്തെ സെറ്റിൽ എത്ര എണ്ണം കിട്ടി? 2 എണ്ണം. ഓക്കെ, മൂന്നാമത്തേതിൽ 0. അപ്പൊ ഇവിടെ വരുന്ന നമ്പർ എത്രയാണ്? 5 2 0. അപ്പോ ഈ 5 2 0 എന്ന് പറഞ്ഞ ഈ നമ്പർ നമ്മുടെ MPN ടെസ്റ്റിന് ഒരു സ്റ്റാൻഡേർഡ് ചാർട്ട് ഉണ്ട്. ഓക്കെ, MPN സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉള്ള ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ടിൽ നമ്മൾ നോക്കും. അപ്പൊ 5 2 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിൾ നമ്പർ എത്രയാണ് എന്ന് നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രിസംപ്റ്റീവ് ടെസ്റ്റിൽ പറയാനുള്ളത്. ഓക്കെ, പ്രിസംപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിലിമിനറി ടെസ്റ്റ് ആണ്. ദ പ്രിസംപ്റ്റീവ് ടെസ്റ്റ് ഈസ് എ സ്ക്രീനിങ് ടെസ്റ്റ് ടു സാമ്പിൾ വാട്ടർ ഫോർ ദ പ്രസൻസ് ഓഫ് കോളിഫോം ഓർഗാനിസം. If the presumptive test is negative, no further testing is performed and the water source is considered microbiologically safe. Presumptive test എന്താണ്? നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, ദെൻ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പിന്നെ അടുത്തത് എന്ത് ചെയ്യണം? If our any tube is in the series shows acid. ഓക്കെ, വീണ്ടും നമ്മൾ എന്താണ് ഇതില് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ എനി ട്യൂബ് ഇൻ ദ സീരീസ് ഷോ ആസിഡ് ആൻഡ് ഗ്യാസ്, the water is considered unsafe and the confirmed test is performed on the tube displaying a positive reaction. Confirmatory test എങ്ങനെയാണ് ചെയ്യുക? കൺഫർമേറ്ററി ടെസ്റ്റ് നമ്മൾ EMB അഗാർ വെച്ചിട്ടാണ് ചെയ്യുക. ഓക്കെ, EMB അഗാറിന്റെ പ്രത്യേകത എന്താണ്? ഇയോസിൻ മെത്തിലീൻ. ഓക്കെ, യെസ്, ഇയോസിൻ മെത്തിലീൻ ബ്ലൂ അഗാർ. അപ്പോ നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യും. EMP അഗാർ ഉണ്ടായിരിക്കും. ആ EMP അഗാറിലേക്ക് നമ്മൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ അതിൽ നിന്നും എന്ത് ചെയ്യും? അതിൽ നിന്ന് നമ്മൾ ഒരു ലൂപ്പ് എടുത്തിട്ട് നമ്മൾ EMP അഗാറിലോട്ട് ആഡ് ചെയ്യും. ഇത് നമുക്ക് എന്ത് കിട്ടും? ഗ്രീനിഷ് മെറ്റാലിക് ഷീൻ. അപ്പൊ ഈക്വളൈ പ്രസന്റ് ആണെങ്കിൽ അവിടെ എന്താണ്? ഗ്രീനിഷ് മെറ്റാലിക് ഷീൻ കാണപ്പെടും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കണം. നമ്മൾ ഇത് ഇൻക്യുബേഷന് വെക്കണം, 24 hour ഇൻക്യുബേഷന് വെക്കണം. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 37 degrees Celsius ഫോർ 24 hour. ഓക്കെ, അപ്പോ ദെൻ കംപ്ലീറ്റ് ടെസ്റ്റ്. കംപ്ലീറ്റ് ടെസ്റ്റ് എന്താണ്? നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് EMP അഗാറിൽ പോസിറ്റീവ് കിട്ടിയാൽ നമ്മൾ അതിൽ നിന്നും സസ്പെൻഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുക. അപ്പൊ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ നമുക്കത് ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ അതെന്താണ്? ഈക്വളൈ പ്രസന്റ് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പോ എന്താണ്? വിച്ച് വൺ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടു ഐഡന്റിഫൈ കോളിഫോം? ഇതാണ് ആൻസർ വരിക. മോസ്റ്റ് പ്രോബബിൾ നമ്പർ ടെസ്റ്റ്. ഓക്കെ, ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ് വിച്ച് ടെമ്പറേച്ചർ MPN ടെസ്റ്റ് ഈസ് പെർഫോംഡ്? ഏതാണ്? ഏത് ടെമ്പറേച്ചർ? 37 degree Celsius. ഓക്കെ, 37 degree Celsius. Okay. Then, if the coliform bacteria are present in the sample of water, then the coliform test to be conducted is, ഇപ്പോ നമ്മുടെ കോളിഫോം ബാക്ടീരിയ വാട്ടറിൽ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് പ്രിസംപ്റ്റീവ് കോളിഫോം ടെസ്റ്റ്, കൺഫേംഡ് കോളിഫോം ടെസ്റ്റ്, കംപ്ലീറ്റഡ് കോളിഫോം ടെസ്റ്റ്, ആൾ ഓഫ് ദ എബോ. കോളിഫോം പ്രസന്റ് ആണെങ്കിൽ ഏതൊക്കെ ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്? പ്രിസംപ്റ്റീവ് മാത്രം ചെയ്താൽ മതിയോ? ഓൾ ഓഫ് ദ എബോ. ഓക്കെ, ഇപ്പൊ പ്രിസംപ്റ്റീവ് ടെസ്റ്റ് ചെയ്തിട്ട് നിർത്താൻ പറ്റില്ല. കൺഫർമേറ്ററി ചെയ്യണം, കംപ്ലീറ്റും ചെയ്യണം. ഓക്കെ, ആൾ ഓഫ് ദ എബോ ആണ് ആൻസർ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസവും ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടറിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പൊ സീവേജ് ട്രീറ്റ്മെന്റ് മെത്തേഡ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്രീനിങ് ട്രീറ്റ്മെന്റ് ഈസ് എ പ്രിലിമിനറി ട്രീറ്റ്മെന്റ്, പ്രൈമറി ട്രീറ്റ്മെന്റ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ്, ടെർഷറി ട്രീറ്റ്മെന്റ്. സ്ക്രീനിങ് ട്രീറ്റ്മെന്റ് എന്താണ്? പ്രൈമറി അല്ല. ഇങ്ങനെ ഓപ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ പ്രിലിമിനറി, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് പ്രിലിമിനറി ആണ് കേട്ടോ. ഓക്കെ, അതായത് ചില ടെക്സ്റ്റിൽ എന്താണ്? ചില ടെക്സ്റ്റിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ചില ടെക്സ്റ്റിൽ എന്തുണ്ട്? പ്രിലിമിനറി ഉണ്ട്. ഓക്കെ, അപ്പൊ ചില ടെക്സ്റ്റിൽ ഈ പ്രിലിമിനറിയിലാണ് ഈ സ്ക്രീനിങ് വരിക. ഈ സ്ക്രീനിങ്, ഗ്രിഡ് റിമൂവൽ ഒക്കെ ഏതിലാണ് വരിക? പ്രിലിമിനറിയിലാണ് വരിക. ഓക്കെ, അപ്പൊ പ്രിലിമിനറി ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ സ്ക്രീനിങ് ഏതിലാണ് വരിക? പ്രിലിമിനറിയിലാണ് വരിക. ഓക്കെ അല്ലേ? ഓ, പറഞ്ഞോളൂ. ഒരു ഡൗട്ട് ഉണ്ട്. നമുക്കിപ്പം ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ആയാലും ബാക്കിയുള്ള ചില അങ്ങനെ രണ്ടെണ്ണത്തിന് വ്യത്യാസമില്ലേ? അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കില്ലേ? അതായത് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയതിലെല്ലാം പ്രൈമറിയാ പറഞ്ഞേക്കുന്നേ. പ്രൈമറി ആണോ? ഓക്കെ, ഞാനൊരു ടെക്സ്റ്റിൽ കണ്ടത് പ്രിലിമിനറി. ചില ടെക്സ്റ്റിൽ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലതിൽ പ്രൈമറി എന്നുണ്ട്. അപ്പൊ വരുമ്പോഴല്ലേ മാം
സെക്കൻഡറി ആ പ്രൈമറിയിലുള്ളതല്ലേ നമ്മൾ സെക്കൻഡറിയിൽ കൊടുക്കുന്നത്, അവിടെ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് നടക്കുന്നതും. സെക്കൻഡറിയിലല്ലേ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് വരിക? ആ ആ ഓക്കെ. അതെ. പ്രൈമറിയില് ഞാനൊരു ടെക്സ്റ്റിൽ കണ്ടത് പ്രിലിമിനറി ട്രീറ്റ്മെന്റ്, പ്രൈമറി ട്രീറ്റ്മെന്റിൽ നമ്മുടെ ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് റിമൂവൽ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓ വരിക ഓ പ്രൈമറിയിലും. ദെൻ സെക്കൻഡറിയിലാണ് ഏത് വരിക? നമ്മുടെ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. ടെർഷ്യറിയിൽ നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ മറ്റേ നമ്മുടെ ഡിസിൻഫെക്ഷൻ ഒക്കെ ക്ലോറിനേഷനും വരിക. അതെ അതെ, ഡിസിൻഫെക്ഷനും. ഡിസിൻഫെക്ഷൻ ഒക്കെ വരിക ടെർഷ്യറിയിലാണ് വരിക. ഓക്കെ. ഓക്കെ. അപ്പോ എന്താണ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാല്? സ്ക്രീനിങ് എന്ന് പറഞ്ഞാല് നമ്മുടെ വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള ലാർജ് ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും, നമ്മുടെ സ്റ്റിക്സ്, റാക്സ്, പ്ലാസ്റ്റിക്സ്, ഓക്കെ, ഡെബ്രിസസ്. അപ്പൊ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ് ഏത്? പ്രിലിമിനറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദ ട്രീറ്റ്മെന്റ് ഇൻ ഗ്രിറ്റ് ചാമ്പറീസ്. ഇപ്പോ ഗ്രിറ്റ് റിമൂവൽ ഉണ്ട്. എന്താ ഗ്രിറ്റ് എന്ന് പറഞ്ഞാല്? നമ്മുടെ സാൻഡ്, ഗ്രേവൽ, സാൻഡ്. ഹെവി മെറ്റീരിയൽസ്, ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ ഗ്രിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്രിറ്റ് റിമൂവൽ ഏതിലാണ് വരിക? പ്രിലിമിനറിയിലാണ് വരിക. ഓക്കെ. അപ്പോ പ്രൈമറി ഓപ്ഷൻസിൽ പ്രിലിമിനറി ഉണ്ടെങ്കിൽ പ്രിലിമിനറി ആണ് ആൻസർ. ഓക്കെ. ദെൻ പ്രൈമറി ആണെങ്കിൽ പ്രിലിമിനറി ഇല്ല, പ്രൈമറി ആണെങ്കിൽ പ്രൈമറി. അപ്പോ ഗ്രിറ്റ് റിമൂവൽ പ്രിലിമിനറിയിലാണ് വരിക. ദെൻ ഫ്ലോട്ടിംഗ് സബ്സ്റ്റൻസസ് ലൈക്ക് ഓയിൽ, ഫാറ്റ്, ഗ്രീസ് ആർ സെപ്പറേറ്റഡ് ആൻഡ് റിമൂവഡ് ബൈ ബാർ സ്ക്രീൻസ്, പ്രൈമറി സെഡിമെന്റേഷൻ, സ്കിമ്മിംഗ് ടാങ്ക്സ്, ട്രിക്ലിംഗ് ഫിൽട്ടർ. ഏതാണ് വരിക? സ്കിമ്മിങ്. സ്കിമ്മിംഗ് ആണ് വരിക. ഓക്കെ, സ്കിമ്മിംഗ് ആണ് വരിക. ഓക്കെ ഓക്കെ, സ്കിമ്മിംഗ് ആണ് വരിക. ദെൻ അപ്പോ എങ്ങനെയാണ് നമ്മളത് ഈ ഫാറ്റ് ആൻഡ് ഓയിൽസ് നമ്മൾ റിമൂവ് ചെയ്യുക? നമ്മുടെ ലാർജർ പ്ലാന്റ്സിൽ ഫാറ്റ് ആൻഡ് ഗ്രീസ് ആർ റിമൂവ് ഡ്യൂറിംഗ് പ്രൈമറി ട്രീറ്റ്മെന്റ് ബൈ പാസിംഗ് ദ സീവേജ് ത്രൂ എ സ്മോൾ ടാങ്ക് വെർ സ്കിമ്മേഴ്സ് ആർ കളക്ട് ദ ഫാറ്റ് ഫ്ലോട്ടിംഗ് ഓൺ ദ സർഫസ്. അവിടെ സ്കിമ്മേഴ്സ് ഉണ്ടായിരിക്കും. ആ സ്കിമ്മേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫാറ്റും ഗ്രീസും ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യുക. ഓക്കെ. അതിൽ എന്തുണ്ടായിരിക്കും? എയർ ബൗളേഴ്സ് ഉണ്ടായിരിക്കും, എയർ ബ്ലോവേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോ ടാങ്ക് മേ ആൾസോ ബി യൂസ്ഡ് ടു ഹെൽപ്പ് റിക്കവർ ദ ഫാറ്റ് ആസ് ഫ്രോത്ത്. ഓക്കെ. ദെൻ മെക്കാനിക്കൽ സർഫസ് സ്കിമ്മേഴ്സ് ഉണ്ടായിരിക്കും, നമ്മുടെ ഫാറ്റും ഗ്രീസും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു റിമൂവ് ഫ്ലോട്ടിംഗ് മാറ്റേഴ്സ് ലൈക്ക് പേപ്പേഴ്സ്, റാക്സ് എക്സെട്ര ആർ ദ യൂണിറ്റീസ് സ്ക്രീൻ, ഗ്രിറ്റ് സ്ക്രീൻസ്. ചാമ്പർ. സ്ക്രീൻ ആണ് വരിക. ഓക്കെ. സ്ക്രീൻ വെച്ചിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുക. ഓക്കെ. നമ്മുടെ ബാർ സ്ക്രീൻസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുക. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ യൂസ്ഡ് കൊയാഗുലന്റ്? മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൊയാഗുലന്റ് ഏതാണ്? ഫെറിക് സൾഫേറ്റ് ആണോ? ഫെറിക് സൾഫേറ്റ് അല്ല, ആലമാണ്. ഓക്കെ. കൊയാഗുലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആലം. ഓക്കെ. മാം ഒരു അപ്പോ ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. മാം ഈ ഫ്രഷ് വാട്ടറിനല്ലേ നമ്മൾ ആലം യൂസ് ചെയ്യുന്നത്? ഫ്രഷ് വാട്ടറിനാണ് ആലം യൂസ് നമ്മുടെ ചെയ്യുന്നത്, അല്ലാതെ ആ പറയാം. ഫ്രഷ് വാട്ടർ ട്രീറ്റ്മെന്റിന് ആലം യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ സീവേജ് ട്രീറ്റ്മെന്റിന് ഫെറിക് അല്ലേ യൂസ് ചെയ്യുന്നത്? ആ ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോ അങ്ങനെ ആഡ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ. അപ്പോ ഫെറിക് സൾഫേറ്റ് ഞാൻ കണ്ടത് ആൻസർ ആലം എന്നാണ്. ഓക്കെ. അതായത് വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ, ചിലപ്പോ ഇത് ഫ്രഷ് വാട്ടർ അതിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ. നമ്മുടെ ആ സീവേജ് ആ ട്രീറ്റ്മെന്റിന് ആയിരിക്കില്ല, ഫ്രഷ് വാട്ടറിന്റെ ആയിരിക്കും. ഓക്കെ. ഇപ്പൊ ഫ്രഷ് വാട്ടറിൽ ആലോ ഫെറിക് സൾഫേറ്റ് നമ്മളത് കൊയാഗുലന്റ്, ഫെറിക് സൾഫേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അത് ഫ്ലൊക്കുലേഷൻ അല്ലേ നമ്മൾ ഫെറിക് സൾഫേറ്റ് യൂസ് ചെയ്യുന്നത്? ശരിയാ ശരിയാ. അല്ലേ? ഓക്കെ. ആണ്. ഓക്കെ. അങ്ങനെ എടുത്ത് ചോദിക്കുമായിരിക്കും. അതെ. The sewage treatment units which work on anaerobic decomposition of organic matter. അപ്പോ അനൈറോബിക് ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്ററിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓക്സിഡേഷൻ പോൺസ്, സെപ്റ്റിക് ടാങ്ക്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് സെപ്റ്റിക് പ്ലാന്റ്സ്. ടാങ്ക്. ഓക്കെ. സെപ്റ്റിക് ടാങ്ക്സ് ആണ്. ബി ആൻഡ് സി ബോത്ത്. ഏതാണ് വരിക? ഇവിടെ അനൈറോബിക് ഡികമ്പോസിഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സെപ്റ്റിക് ടാങ്ക് ആണ് അല്ലെ? ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റ്സും ഓക്സിഡേഷൻ പോൺസ് എന്താണ്? എയറോബിക് ആണ്. അനൈറോബിക് ഇവിടെ സെപ്റ്റിക് ടാങ്ക് ആണ് വരിക. ഓക്കെ. ദ പ്രോസസ് ഓഫ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഇൻ ഇംഹോഫ് ടാങ്ക് ഈസ് ക്ലാസിഫൈഡ്. ഇംഹോഫ് ടാങ്ക് ഏതാണ്? എയറോബിക് സസ്പെൻഡഡ് കൾച്ചർ, എയറോബിക് അറ്റാച്ച്ഡ് കൾച്ചർ, അനൈറോബിക് ഡൈജഷൻ, നൺ. ഏതാണ് വരിക? അറിയത്തില്ല മാം. ഇംഹോഫ് ടാങ്ക് അനൈറോബിക് ഡൈജഷൻ ആണ്. ഓക്കെ.
അനൈറോബിക് ആണ്. ഇതൊന്നും ഡൗട്ട് ഇല്ലല്ലോ. ഇമോഫ് ടാങ്ക് അനൈറോബിക് ഡൈജഷൻ ആണ്. സിമ്പിൾ അല്ലേ? അനൈറോബിക് ആണ്. ഓക്കെ. അപ്പോ സെപ്റ്റിക് ടാങ്ക് എന്താണ്? നമ്മുടെ സെപ്റ്റിക് ടാങ്കും ഇമോഫ് ടാങ്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് ഇസ് ആൻ അണ്ടർഗ്രൗണ്ട് ചേംബർ മെയ്ഡ് ഓഫ് കോൺക്രീറ്റ്, ഫൈബർ ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഹൗസ്ഹോൾഡ് വേസ്റ്റ് വാട്ടർ ഫ്രം ടോയ്ലറ്റ്, സിങ്സ്, ഷവേഴ്സ് ആൻഡ് ലോണ്ടറി ഫെസിലിറ്റേറ്റ് ഇൻ ഏരിയാസ് വെർ സെൻട്രലൈസ്ഡ് സിവിയർ സിസ്റ്റംസ് ആർ നോട്ട് അവൈലബിൾ. ഓക്കെ. നമ്മുടെ സെപ്റ്റിക് ടാങ്ക് നമ്മുടെ ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിൽ ടോയ്ലറ്റ്, സിങ്സ് എന്നൊക്കെയുള്ള ആ ഒരു സീവേജിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് എ കീ കമ്പോണന്റ് ഓഫ് എ സെപ്റ്റിക് സിസ്റ്റം വിച്ച് ഈസ് ഡീസെൻട്രലൈസ്ഡ് സീവേജ് ട്രീറ്റ്മെന്റ് സിസ്റ്റം കോമൺലി യൂസ്ഡ് ഇൻ റൂറൽ ആൻഡ് സബ് അർബൻ ഏരിയാസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പോപ്പുലേഷൻ കുറവായിട്ടുള്ള ഏരിയാസിലാണ് നമ്മൾ സെപ്റ്റിക് ടാങ്ക് യൂസ് ചെയ്യുക. ഇമോഫ് ടാങ്കിൽ എന്തുണ്ടായിരിക്കും? സെപ്റ്റിക് ടാങ്കിന് ഒരു ടാങ്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമ്മുടെ ഇമോഫ് ടാങ്കിന് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു 2 സ്റ്റോറി ടാങ്ക്ഡ് സിസ്റ്റം ആണ്. ഓക്കെ. ഒരു അപ്പർ ചാമ്പർ ഉണ്ടായിരിക്കും, ഒരു ലോവർ ചാമ്പർ ഉണ്ടായിരിക്കും. അപ്പർ ചാമ്പർ എന്തിനാണ്? അപ്പർ ചാമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഈ വേസ്റ്റിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ലോവർ ചാമ്പർ എന്താണ്? ഡൈജഷൻ ആണ്. അപ്പൊ ഒരു ചാമ്പറിലാണ് ഡൈജഷൻ നടക്കുക, ഒരു ചാമ്പറിൽ എന്താണ് നമ്മുടെ വേസ്റ്റിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ അതാണ് ഇമോഫ് ടാങ്കും സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇഫ് ദ ആസിഡ് ആൻഡ് ഗ്യാസ് ആർ ഫോംഡ് ഇൻ ദ MPN ടെസ്റ്റ്, ദ ടെസ്റ്റ് ഈസ് പോസിറ്റീവ്, കണ്ടിന്യൂ, നെഗറ്റീവ്, ഡിസ്കാർഡഡ്. എന്താണ് ആൻസർ? പോസിറ്റീവ്. പോസിറ്റീവ് ആണ്. ഓക്കെ. Then trickling filter is designed to remove settable solvent, colloidal solids, dissolved organic matter, floating materials. Trickling filter എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാ? സെറ്റിലബിൾ സോളിഡ്, സെറ്റിലബിൾ ഡിസോൾവ്ഡ് ഓർഗാനിക് മാറ്റർ ആണ് കേട്ടോ. ഡിസോൾവ്ഡ് ഓർഗാനിക് മാറ്റർ ആണ് ട്രിക്ലിംഗ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ട്രിക്ലിംഗ് ഫിൽറ്റർ ഏതിലാ വരിക? പ്രൈമറിയിലാണോ, സെക്കൻഡറിയിലാണോ, ടെർഷ്യറി? ഏതിലാ വരിക? സെക്കൻഡറിയിലാണ് വരിക. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ്. ഡിസോൾവ്ഡ് ഓർഗാനിക് മാറ്ററിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോ ട്രിക്ലിംഗ് ഫിൽറ്ററിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ട്രിക്ലിംഗ് ഫിൽറ്ററിൽ എന്തുണ്ടായിരിക്കും? ഒരു പോറസ് ബെഡ് ഉണ്ടായിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ റോക്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മീഡിയ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരു പോറസ് ബെഡ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ആ പോറസ് ബെഡിലേക്ക് എന്ത് ആഡ് ചെയ്യും? നമ്മുടെ വാട്ടർ ഇങ്ങനെ ട്രിക്കിൾ ചെയ്യും. ഓക്കെ. അപ്പൊ ആ വാട്ടറിലുള്ള മൈക്രോ ഓർഗാനിസം ഒരു ബയോഫിലിം പോലെ ആ ബെഡിൽ ഗ്രോ ചെയ്യും. ഓക്കെ. ആ ബയോഫിലിം എന്ത് ചെയ്യും? നമ്മുടെ ഈ വാട്ടറിലുള്ള ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ എന്ത് ചെയ്യും? അത് ബ്രേക്ക് ഡൗൺ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ. ട്രിക്ലിംഗ് ഫിൽറ്റർ എയറോബിക് ആണോ അനൈറോബിക് ആണോ? എയറോബിക്. എയറോബിക് ആണ്. ഓക്കെ. ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന്റെ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സെക്കൻഡറി സ്റ്റേറ്റ്മെന്റ് ആണ് അനൈറോബിക്. ഓക്കെ. അത് എയറോബിക് ആണ്. ഓക്കെ. ഇവിടെ എന്താണ്? അനൈറോബിക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതാണ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. ഓക്കെ ആണല്ലോ. അപ്പൊ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്താണ്? എയറോബിക് ആണ്. ട്രിക്ലിംഗ് ഫിൽറ്ററും എയറോബിക് ആണ്. നമ്മുടെ സെപ്റ്റിക് ടാങ്ക്, ഇമോഫ് ടാങ്ക് അതൊക്കെ എന്താണ്? അനൈറോബിക് ആണ്. ഡിസിൻഫെക്ഷൻ ഓഫ് വേസ്റ്റ് വാട്ടർ കംസ് അണ്ടർ. ഡിസിൻഫെക്ഷൻ ഓഫ് ടെർഷ്യറിയിലാണ് വരിക. ഓക്കെ. ടെർഷ്യറിയിലാണ് വരിക. വിച്ച് മെത്തേഡ് യൂസ്ഡ് ഫോർ വാട്ടർ ഡിസിൻഫെക്ഷൻ? കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ് വാട്ടർ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട്? ക്ലോറിനേഷൻ ആണ്. ഓക്കെ. അപ്പോ നമ്മൾ ക്ലോറിനേഷനിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ക്ലോറിന്റെ പ്രത്യേകത എന്താണ്? ക്ലോറിൻ ഒരു ഹാലജൻ ആണ്, ഹൈലി എഫിഷ്യന്റ് ഡിസിൻഫെക്റ്റന്റ് ആണ്. നമ്മളത് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ക്ലോറിനും വാട്ടറും കൂടി റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും? ഹൈപ്പോക്ലോറസ് ആസിഡ് ഫോം ചെയ്യും അല്ലെ? ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് അവിടെ ക്ലോറിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഹൈപ്പോക്ലോറിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് നേസന്റ് ഓക്സിജനും ഹൈഡ്രോക്ലോറിക് ആസിഡും ആയിട്ട് മാറും. ഈ നേസന്റ് ഓക്സിജൻ എന്താണ്? പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is termed as free available chlorine? Hypochlorous acid, hypochlorite ion, molecular chlorine,
ഹൈപ്പോക്ലോറസ് ആസിഡ്, ഹൈപ്പോക്ലോറൈറ്റ് അയോൺ, മോളിക്കുലാർ ക്ലോറിൻ. നമ്മൾ ഫ്രീ അവൈലബിൾ ക്ലോറിൻ ഏതാ? ഫ്രീ അവൈലബിൾ ക്ലോറിൻ ഇത് മൂന്നും വരും കേട്ടോ. ഇത് മൂന്നിനെയും നമ്മൾ ഫ്രീ അവൈലബിൾ ക്ലോറിൻ എന്ന് പറയും. ഓക്കെ, ഹൈപ്പോക്ലോറസ് ആസിഡും വരും, ഹൈപ്പോക്ലോറൈറ്റ് അയോണും വരും, മോളിക്കുലാർ ക്ലോറിൻ. ഇത് മൂന്നിനേക്ക് നമ്മൾ എന്ത് പറയും? ഫ്രീ അവൈലബിൾ ക്ലോറിൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ. The chlorine existing in water as hypochlorous acid, hypochlorite ion, molecular chlorine is termed as free available chlorine. Okay. The hypochlorous acid is dash times effective as hypochlorite ion. നമ്മുടെ ഹൈപ്പോക്ലോറൈറ്റ് അയോണിനേക്കാൾ 80 ആണ്. ഓക്കെ, ഹൈപ്പോക്ലോറൈറ്റ് അയോണിനേക്കാൾ കൂടുതൽ പവർഫുൾ ഡിസിൻഫെക്ഷൻ പവർ ഏതിനുണ്ട്? ഹൈപ്പോക്ലോറസ് ആസിഡിനുണ്ട്. ഓക്കെ, അപ്പൊ എത്ര ടൈംസ് ആണ്? 80 ടൈംസ്. 80 ടൈംസ്. ഓക്കെ, ഓക്കെ ആണല്ലോ. 80 ടൈംസ് ഉണ്ട്. ഓക്കെ, the hypochlorous acid is 80 times more effective as hypochlorite ion. So the pH of the water to be treated should be less than 7 to prevent ionization of it. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വാട്ടറിന്റെ pH 7-നേക്കാൾ കുറവായിട്ട് അതും ശ്രദ്ധിക്കണം. ഓക്കെ, pH-നേക്കാൾ 7 ആവണം. അല്ല സോറി, 7-നേക്കാൾ നമ്മുടെ pH 7-നേക്കാൾ കുറവാവണം. എന്നാൽ മാത്രമേ അത് ഹൈപ്പോക്ലോറസ് ആസിഡ് ആയിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഡിസോസിയേറ്റ് ചെയ്യും. ഓക്കെ, what is the chemical formula of bleaching powder? CaOCl twice. Yes, very good. CaOCl twice. നമ്മുടെ ക്ലോറിനേറ്റഡ് ലൈം ആണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. ഓക്കെ, the chemical formula of bleaching powder is CaOCl twice ആണ്, chlorinated lime. Okay, then the ratio of ammonia and chlorine in chloramine. അതായത് എന്ത്? 1:4. ഓപ്ഷൻ തേർഡ് ആണ്, 1:4.5. ഓക്കെ, ഇതാണ് ആൻസർ വരിക. എന്താണ് ഈ ക്ലോറമൈൻ എന്ന് പറഞ്ഞാല്? ക്ലോറമൈൻ എന്താണ്? ക്ലോറമൈൻ എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്. എങ്ങനെയാണത് ചെയ്യുക? നമ്മുടെ ക്ലോറിന്റെ കൂടെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യുക? അമോണിയ കൂടി ആഡ് ചെയ്യുക. അങ്ങനെയാണ് ക്ലോറമൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, നമ്മൾ ക്ലോറിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഒരുപാട് ബൈ പ്രോഡക്ട്സ് ഫോം ചെയ്യും വാട്ടറിൽ. ഓക്കെ, അപ്പോ നമ്മുടെ വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരുപാട് ഡിസിൻഫെക്ഷൻ ബൈ പ്രോഡക്ട്സ് ഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ ട്രൈഹാലോമീഥെയിൻസ്, ഹാലോ അസെറ്റിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്തുണ്ടായിരിക്കും? ബൈ പ്രോഡക്ട്സ് ഫോം ചെയ്യും. നമ്മൾ ക്ലോറിൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? നമ്മുടെ ഹെൽത്തിന് വളരെ ഹസാർഡസ് ആണ്. ഓക്കെ, എന്നാൽ നമ്മൾ ക്ലോറമിൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്തരം ബൈ പ്രോഡക്ട്സ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഓക്കെ, വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇത്തരം ബൈ പ്രോഡക്ട്സ് ഫോം ചെയ്യുകയുള്ളൂ. ഇതിന് എന്താണ്? നമ്മുടെ ക്ലോറമിൻ പക്ഷെ വളരെ പതുക്കെ നമ്മുടെ ഡിസിൻഫെക്ഷൻ പ്രോസസ്സ് നടക്കുകയുള്ളൂ. ക്ലോറിന്റെ അത്ര സ്പീഡിലായിട്ട് നടക്കില്ല. എന്നാൽ നമ്മുടെ ബൈ പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നത് നമുക്ക് ക്ലോറമിൻ യൂസ് ചെയ്യുന്നതിലൂടെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതാണ് ക്ലോറമിൻസിന്റെ പ്രത്യേകത. അപ്പൊ വാട്ട് ഈസ് ദ കോണ്ടാക്ട് പീരീഡ് ഫോർ? നമ്മൾ ഇങ്ങനെ ഈ ക്ലോറമിൻ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? കുറച്ച് കൂടുതൽ ടൈം നമ്മൾ ഈ വാട്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് ദ കോണ്ടാക്ട് പീരീഡ് ഫോർ ഡിസിൻഫെക്ഷൻ വിത്ത് ക്ലോറമൈൻ? ക്ലോറമൈനുമായിട്ട് നമ്മൾ ഇങ്ങനെ ഡിസിൻഫെക്ഷൻ ചെയ്യുമ്പോൾ എത്ര ടൈമാണ് നമ്മൾ ഇങ്ങനെ വെക്കേണ്ടത്? 4 hours. 4 hours അല്ല, 2 hours അല്ലേ? ഐ തിങ്ക് 2 hours ആണ് ആൻസർ. ഓക്കെ, 2 hours ആണ്. 2 hours ആണ് നമ്മൾ ക്ലോറമൈൻ ഇങ്ങനെ വെക്കേണ്ടത്. ഓക്കെ, അപ്പോ the disinfection reaction with chloramine are slower than with chlorine alone. So the contact period 2 hours is provided. ഓക്കെ, അപ്പോ നമ്മുടെ ഡിസിൻഫെക്ഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? എന്തായി എല്ലാവരുടെയും പഠിത്തം എന്തായി? ഇനി കുറച്ച് ദിവസത്തല്ലേ ഉള്ളൂ എക്സാമിന്. ഇത്രോ 13-ാം തീയതി അല്ലേ എക്സാം? 8 ദിവസം, 8ാമത്തെ ദിവസം എക്സാം ആണല്ലേ? എന്തായി പ്രിപ്പറേഷൻസ് ഒക്കെ? കുഴപ്പമില്ല. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ മാം ഒരു ഡൗട്ട്. ഓ, പറഞ്ഞോളൂ. നമ്മൾ ഈ ബയോമോളിക്യൂൾസ് ഉണ്ടല്ലോ, ആ ബയോമോളിക്യൂൾസ് നല്ല ഡീപ്പായിട്ട് നോക്കണോ? ബയോമോളിക്യൂൾസ്
ബയോമോളിക്യൂൾസ് അതില് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് പറയൂ. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ആ ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നുണ്ട്. പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ? ഓക്കെ. നമ്മുടെ ബയോമോളിക്യൂൾസിന്റെ റിവിഷൻ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, അത് വേറെ മാമാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പോ റിവിഷൻ ക്ലാസ് ഉടനെ വരുമായിരിക്കും. അപ്പോ നമുക്ക് അപ്പം ആ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ. അപ്പോ ഓക്കെ. ഓക്കെ, മാമുമായിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ. ശരി അപ്പോ മാം. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. താങ്ക് യു ഫോർ ആൾ. ഓക്കെ. താങ്ക് യു.